നമ്മളിന്ന് അറിയാൻ പോകുന്നത് വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയാണ്. പശ്ചിമഘട്ടം. ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണയായിട്ട് എല്ലാ ടൈപ്പ് PSC ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു മാർക്കിനുള്ള ചോദ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ബീറ്റ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ആ ഒരു മാർക്ക് 100% പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ഒരു മാർക്കിനെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് തനിയെ ഇമ്പ്രൂവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് നോക്കാം. സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി വ്യാപിച്ച് കിടക്കുന്ന മലനിരയാണിത്. അതായത് അറബിക്കടലിന് പാരലായിട്ട് കിടക്കുന്ന മലനിരയാണ് വെസ്റ്റേൺ ഗട്ട്സ്. വടക്കൻ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതമെന്നും. പശ്ചിമഘട്ടത്തെ പൂർവ്വഘട്ടവുമായി ബന്ധിപ്പിക്കുന്നത് നീലഗിരി മലനിരകളാണ്. നീലഗിരി മലയിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗമാണ് തോഡർ. ഈ വെസ്റ്റേൺ ഗട്ട്സ് സത്പുര പർവ്വതനിര മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് ഈ വെസ്റ്റേൺ ഗട്ട് പാസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. താഴെ നോക്കുകയാണെങ്കിൽ ആദ്യം തമിഴ്നാട്, രണ്ടാമത് കേരളം, മൂന്നാമത് കർണാടക, നാലാമത് ഗോവ, അഞ്ചാമത് മഹാരാഷ്ട്ര, ആറാമത് ഗുജറാത്ത്. പക്ഷെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് പറയണം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. ഈ 6 നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാപ്പ് നോക്കണം. അപ്പോൾ ഏതൊക്കെയാണ് വെസ്റ്റേൺ ഗട്ട്സ് പാസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്, കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള തീരപ്രദേശം അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരം. പശ്ചിമഘട്ടത്തിന്റെ പരമാവധി നീളം 1600 കിലോമീറ്ററാണ്. കേരളത്തിന്റെ മലനാട് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ ഭൂരിഭാഗം നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം, തിരുവനന്തപുരം. പശ്ചിമഘട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ 1-ലാണ്. ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പശ്ചിമഘട്ടം പ്രധാന പങ്ക് വഹിക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി വിസ്തീർണം 1,40,000 ചതുരശ്ര കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി 30 കിലോമീറ്ററാണ്. പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗ്ഗങ്ങളാണ് സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താറ്, നീലഗിരി ലങ്കൂർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് താൽഘട്ട് ചുരം, മുംബൈയെയും നാസിക്കിനെയും യോജിപ്പിക്കുന്നു. പാലക്കാട് ചുരം, പാലക്കാടും കോയമ്പത്തൂരും. ബോർഘട്ട് ചുരം, മുംബൈയും പൂനെയും. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012 ജൂലൈ 1-ആണ്. റഷ്യയിൽ വെച്ചാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോക പൈതൃക സമിതി തീരുമാനിച്ച യോഗം നടന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം 39 കേന്ദ്രങ്ങളാണ്. അതിൽ 20 കേരളത്തിലാണ്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013 ഏപ്രിൽ 15-നാണ്. പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായി ടൈലർ പ്രൈസ് ലഭിച്ച 2ാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. 1ാമത്തത് ഡോക്ടർ MS സ്വാമിനാഥനാണ്, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൻ ബോർലോഗാണ്. ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. 3ാമത് പവൻ സുഖദേവനാണ് ഈ ടൈലർ പ്രൈസ് കിട്ടിയത് 2020. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പശ്ചിമഘട്ട സമിതികളെ പറ്റിയായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് തീരുകയാണ്. താങ്ക് യു.